താങ്കളൊരു സൂപ്പർ സ്റ്റാറിന്റെ മകനാണ്. ഇപ്പൊ മമ്മൂക്ക, ലാലേട്ടൻ, ആ കൂടെ തന്നെ നമുക്കുള്ള ഒരാളാണ് സുരേഷ് ഗോപി സാർ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കാണുന്ന ഒരാളാണ്. സോ ഞാനൊരു ഫാൻ ബോയെ ദർശിക്കുന്നത് സുരേഷ് ഗോപി സാറിലാണോ മമ്മൂക്ക സാറിലാണോ? മാധവ് എന്നോട് ഇമാതിരി ചോദ്യം ചോദിക്കരുത്. ഞാനൊരു ഫാൻ ബോയിൽ കാണുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും ബയസ്ഡ് ഓർ അൺബയസ്ഡ് എന്റെ ഫേവറേറ്റ് ആക്ടർ എന്റെ അച്ഛൻ തന്നെയാണ്. പക്ഷെ ഞാൻ മമ്മൂട്ടി സാറിനെ കണ്ടപ്പോഴത്തേക്കും ഇത് അദ്ദേഹത്തിനോട് പറഞ്ഞായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാർ എന്ത് മോൾഡഡ് ആവണം, അല്ലെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയാൽ ഹൂ വുഡ് ഐ ലൈക്ക് ടു റിസംബിൾ ദ മോസ്റ്റ്. ഞാൻ മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാറിന്റെ ഒരു കരിയറും സാർ എങ്ങനെയാണ് സാറിനെ ക്യാരി ചെയ്യുന്നത്, സാർ കരിയറിൽ എങ്ങനത്തെ ചോയ്സസ് ആണ് ഉണ്ടാക്കുന്നത്, സാർ എന്നൊരു ആക്ടറിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ആക്ടർ എങ്ങനെയാണ് സ്വയം സൂക്ഷിക്കുന്നത്, ഒരു ആക്ടറായിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടി എന്തുമാത്രം വർക്ക് ഇടുന്നുണ്ട്, അതൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ഞാൻ എടുത്തത് മമ്മൂട്ടി സാറിൻ്റെതാണ്. ഇത് പറയുമ്പോൾ എല്ലാരും ഇത് പറയാറുണ്ട്, മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ. പുള്ളിയുടെ റിയാക്ഷൻ ശരിക്കും എങ്ങനെയാ? ബിക്കോസ് വി ആർ ഗിവിംഗ് എ ഹ്യൂജ് കോംപ്ലിമെന്റ്. ദാറ്റ് വാസ് എ സ്പെഷ്യൽ റിയാക്ഷൻ. അതായത് ഐ ആം ഷുവർ ഹീസ് ഹേർഡ് ദിസ് എ ലോട്ട്, പക്ഷെ വളരെ ജെന്യൂൻ ആയിട്ട് റെസ്പോൺസ് ആയിരുന്നു തന്നത്. What he told me was, you shouldn't try to be like anyone else. You should have your own mold. He said that. That's one of the best advices I've got in my life. താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ പണ്ട് തൊട്ട് അഭിനയം കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നേരത്തെ രാശിക്ക് പറഞ്ഞു എല്ലാ അച്ഛനും അമ്മയ്ക്കും ഒരു മക്കള് സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടാവുന്നു. എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയും എനിക്ക് തോന്നിയിട്ടില്ല സുരേഷ് ഗോപി സാറിന് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ സുരേഷ് ഗോപി ബോയ്സ് വളർന്നു വരുന്ന സമയത്ത് എന്ന് ആണോ? അച്ഛൻ ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഈ ഒരു സൂപ്പർ സ്റ്റാർ നേടിയെടുത്ത ആളാണ്. അതെ, സ്വന്തം മക്കൾ ഒരിക്കലും അനുഭവിക്കണമെന്നൊരു അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം കാണത്തില്ല. അദ്ദേഹത്തിന് ആ ഒരു കരിയറിൽ, ആ ഒരു ലൈൻ ഓഫ് വർക്കിൽ ഫേസ് ചെയ്തുള്ള സ്ട്രഗിൾസ് നമ്മൾ അതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഫേസ് ചെയ്യും എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് കാരണം എപ്പോഴും നമ്മുടെ അടുത്ത് എല്ലായിടത്തും ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കരിയർ, കുറച്ചൊരു നമ്മളെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു കരിയർ ചൂസ് ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷൻ എന്നും വീട്ടിലൊരു പ്രയോറിറ്റി ആയിരുന്നു. വി ഹവ് ഓൾ കംപ്ലീറ്റഡ് അവർ ബാച്ചിലേഴ്സ് ഡിഗ്രീസ്. ഞാൻ മറ്റേ മാസ്റ്റേഴ്സ് എടുത്ത് PhD എടുത്ത് പോയ അതിബുദ്ധിമാന്മാരെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും ബേസിക് ഹൈ ലെവൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അതിൽ പ്രയോറിറ്റി ഉണ്ട്. എൻ്റെ ചേട്ടൻ ബാച്ചിലേഴ്സ് എടുത്ത് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്താണ് മുദ്ദുക വരുന്നത്. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് തിരിച്ചു വന്ന് 2 ഇയേഴ്സിനകത്താണ് എനിക്ക് JSK വരുന്നത്. സോ സിനിമ ഇസ് നോട്ട് സംതിങ് വി വെന്റ് ഔട്ട് സീക്കിംഗ്. ബിക്കോസ് ഓഫ് ദ സെയിം സുരേഷ് ഗോപി ടാഗ് യു സ്പീക്കിംഗ് അബൌട്ട്, നമ്മളെ തേടി വന്നത് തന്നെയാണ്. അതിന് നെപ്പോട്ടിസം എന്നോ ഫേവറിസം എന്നോ എന്ത് വേണേലും ഫേവറിറ്റിസം എന്ത് വേണേലും വിളിക്കാം അതിനെ. പക്ഷെ പലരും റിയലൈസ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യു ഗെറ്റ് യുവർ ഫസ്റ്റ് വർക്ക് ത്രൂ യുവർ ഫാദേഴ്സ് നെയിം, or you get your first line of work through nepotism or anything. സെക്കൻഡ് വർക്ക് തൊട്ടും അതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നതും സസ്റ്റെയിൻ ചെയ്ത് ഇതുപോലത്തെ ഒരു കരിയറിൽ, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയ ഒരു കരിയറിൽ പിടിച്ചു പോകണമെങ്കിൽ അതൊരു ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ്. എൻ്റെ ചേട്ടൻ അത് തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ള ധാരണ എനിക്കുണ്ട്. He has his own identity in the movie industry and he's a fantastic actor. So now it's your turn. I hope I can step up and meet the expectations.